ഹലോ, ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ബീച്ച് ഏതാണെന്ന് എല്ലാവരോടും പറയണ്ടല്ലോ. ഇതാണ് നമ്മുടെ സ്വന്തം മുഴപ്പിലങ്ങാട് ബീച്ച്. ബീച്ചിലേക്ക് കടക്കുമ്പോൾ എൻട്രൻസ് ഫീസൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് നമുക്ക് കൈ കാണിച്ച് നിർത്തുന്നത്. 40 രൂപയാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. വൈകുന്നേരം ഒന്ന് തലശ്ശേരിയിലേക്ക് പോയതായിരുന്നേ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ സന്ധ്യയായി. അപ്പോൾ പിന്നെ തോന്നി ഒന്ന് ബീച്ചിലേക്കൊക്കെ പോകാമെന്ന്. അവിടെ എത്തുമ്പോഴോ വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാം. സമയം ഏകദേശം ഒരു 6:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, സൂര്യനെ ഒന്നും കാണാനേ ഇല്ല. ഇത് നമ്മുടെ കണ്ണൂരുകാരുടെ സ്വന്തം ഡ്രൈവിംഗ് ബീച്ച്. കേരളത്തിലെ വാഹനങ്ങൾ ഓടിക്കാവുന്ന ഏക ബീച്ചാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബീച്ചാണ് നമ്മുടെ ഈ കണ്ണൂർ തലശ്ശേരിയിലെ ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ച്. ഇപ്പോൾ ഇതിലൂടെ സഞ്ചരിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ. യാതൊരു വെയിലുമില്ലാതെ നല്ല തിരമാലകളുടെ കാറ്റേറ്റ് ഒന്ന് ഇവിടെ ഇറങ്ങി നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കടലിനോട് ചേർന്ന് തിരമാലകളുടെ അലയടികൾ തട്ടുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് വണ്ടി വെക്കാം എന്നുള്ളത് ഇവിടെ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. നമുക്ക് കാണാം ഒരുപാട് ആൾക്കാർ ഇതുപോലെ വണ്ടി വെച്ചത്. അങ്ങനെ അവിടെ വണ്ടി വെച്ച ശേഷം ഞാനൊന്ന് ഇറങ്ങി നടന്നു. കടലിൻ്റെ ഭംഗിയെക്കുറിച്ച് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. കാരണം ഇവിടെ വന്നിട്ടുള്ളവർ വീണ്ടും വീണ്ടും ഇവിടേക്ക് വരാൻ തോന്നും എന്നുള്ളത് ഈ കടലിൻ്റെ മനോഹാരിത കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. കുങ്കുമവർണ്ണത്താൽ ചായം തേച്ചതുപോലെ നിൽക്കുന്ന കടലിൻ്റെ ഭംഗി എത്രമാത്രം വർണ്ണിച്ചാലും മതിയാകില്ല. പക്ഷേ നമ്മൾ വണ്ടി ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായി കടലിലെ ഉപ്പുവെള്ളം തട്ടിയാൽ വാഹനങ്ങൾക്ക് കേടുവരും എന്നാണ് സ്വതവേയുള്ള അഭിപ്രായം. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇവിടെ തങ്ങിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് ദൂരം വണ്ടി ഓടിക്കാമെന്ന് തീരുമാനിച്ചു. സ്വതവേ വാഹനപ്രേമികൾ പറയുന്ന ഒരു കാര്യമാണ് ഉപ്പുവെള്ളം തട്ടിയാൽ വാഹനങ്ങളുടെ എൻജിൻ അതായത് ഇരുമ്പ് തുരുമ്പാവും എന്നൊക്കെ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും പുറപ്പെട്ടു. ഒരുപാട് ദൂരം നമുക്ക് ഇവിടെ വാഹനം ഓടിക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒരുപാട് ദൂരം എന്നാൽ ഒരു ഏകദേശം 4 കിലോമീറ്റർ ദൂരം നമുക്ക് ഈ മുഴപ്പിലങ്ങാട് ബീച്ചിൽ വാഹനം ഓടിക്കാം. വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഓടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതിലൂടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ നടന്നു പോകുന്നതും കാണാം. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആൾക്കാരുടെ നടത്തം ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതുകൊണ്ട് വാഹനങ്ങൾ വളരെ വേഗത്തിൽ ഓടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇക്കാര്യങ്ങൾ ആൾക്കാർ ശ്രദ്ധിക്കുമെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നും ഒരു ശ്രദ്ധ വളരെ അത്യാവശ്യമാണല്ലോ. ചില വാഹനങ്ങളൊക്കെ വളരെ സ്പീഡിൽ പോകുന്നത് നിങ്ങൾക്ക് കാണാം. പക്ഷേ ആൾക്കാർ ഉള്ള സ്ഥലങ്ങളിൽ ഈ വാഹനങ്ങൾ വളരെ സ്പീഡ് കുറച്ച് മാത്രമേ പോകാറുള്ളൂ. കടൽ തിരകൾ എണ്ണി നമുക്ക് യാത്ര ചെയ്യാം എന്നുള്ളത് പ്രത്യേക ഒരു രസം തന്നെയാണ്. ഒരുപാട് ആൾക്കാർ ഈ സമയത്ത് അവിടെ വന്നിട്ടുണ്ട്. അറബിക്കടലിൻ്റെ തിരകൾ ആസ്വദിച്ചുകൊണ്ട് വണ്ടി ഓടിച്ച് പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. എത്ര വാഹനങ്ങൾക്ക് വേണമെങ്കിലും സഞ്ചരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഒരു ട്രാഫിക് ബ്ലോക്ക് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കേണ്ട കേട്ടോ. കാരണം അത്രയ്ക്ക് സൗകര്യം ഈ കടൽ തീരത്തുണ്ട്. ഫാമിലിയോടൊപ്പം വന്ന് കടലിൻ്റെ തിരമാലകൾക്കടുത്ത് വാഹനം വെച്ച് കടലിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ടുണ്ടോ? അത് നമുക്ക് ഈ മുഴപ്പിലങ്ങാട് ബീച്ചിൽ തന്നെ വരണം. ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണത്തിനുള്ള സൗകര്യമുള്ളത് കൊണ്ട് എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇവിടെ ചെലവഴിക്കാം. ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇവിടെ നല്ലൊരു സ്ഥലമാണ്. നമ്മൾ ഇവിടേക്ക് വന്നത് വളരെ ലേറ്റായിട്ടായതുകൊണ്ട് തന്നെ ഏകദേശം ഇരുട് പിടിച്ച് വന്നതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അധിക വാഹനങ്ങളും തിരിച്ചു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ വണ്ടി തിരിച്ചു. വലിയ വാഹനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ചെറുവാഹനങ്ങളും ഈ തീരത്ത് ഉണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും.
കണ്ണൂർ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് അന്വേഷിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഈ ഒരു കടൽ തീരം ഭയങ്കരമായി ഇഷ്ടപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പോയത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഞായറാഴ്ചയാണ് സ്വതവേ ഇവിടെ നല്ല തിരക്കുള്ളത് എന്ന് തോന്നുന്നു. മുഴപ്പിലങ്ങാട് ബീച്ചിനെ കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ സമയത്ത് ഞാൻ വരുമ്പോൾ മുഴപ്പിലങ്ങാട് ബീച്ച് മൊത്തം വെള്ളം കയറി, നമ്മുടെ ഈ തീരം മുഴുവൻ വെള്ളം കയറിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ വാഹനങ്ങൾ ഓടിക്കുന്ന ഒരു കാഴ്ച എനിക്ക് ഇടാൻ കഴിഞ്ഞില്ല. മുഴുവൻ ചുവപ്പുമയം കാണുന്നില്ലേ? ഈ കാഴ്ച ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ ഇന്നാണ് ഇവിടേക്ക് വരുന്നത്. ആ സമയത്ത് ആർക്കും ഒരു വാഹനങ്ങൾ പോലും കടത്തിവിടാത്ത തരത്തിലായിരുന്നു ഇവിടെയുള്ള ഒരു അന്തരീക്ഷം. ഇപ്പോഴാണ് നമുക്ക് ഓടിക്കാനൊക്കെ സാഹചര്യം അവർ തരുന്നത്. അപ്പോൾ നല്ല മഴക്കാലത്ത് നമുക്ക് ഈ ഡ്രൈവിംഗ് ബീച്ചിൽ വാഹനം ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെള്ളം കയറി തുടങ്ങിക്കഴിഞ്ഞാൽ സ്വതവേ ഈ ബീച്ച് മുഴുവൻ വെള്ളം കയറി വരാറുണ്ട്. ആ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ മുന്നേ ഇട്ടത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് പ്രത്യേകിച്ച് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഐസ്ക്രീമൊക്കെ വാങ്ങാമെന്ന് കരുതി അങ്ങനെ വഴിക്ക് തന്നെ കണ്ട ഒരു ഐസ്ക്രീം കടയുടെ ഐസ്ക്രീം വണ്ടിയുടെ മുന്നിൽ വാഹനം നിർത്തി. എനിക്ക് പ്രത്യേകിച്ച് ഐസ്ക്രീമിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഒന്ന് കഴിച്ചേക്കാമെന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തത്. സ്വതവേ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ നല്ല എരിവുള്ള സംഭവങ്ങളൊക്കെയാണ് അന്വേഷിക്കാറ്. അവിടെ ചെറിയ ചെറിയ ലഘുകടികളൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ ചെറിയ ചെറിയ വണ്ടികളിലായിരുന്നു അങ്ങനെയുള്ള സ്നാക്സ് ഒക്കെ കാണപ്പെട്ടത്. ഞാൻ ഐസ്ക്രീം കടയുടെ മുന്നിലെത്തുമ്പോൾ അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ പലതരം ഐസ്ക്രീമുകളെ കുറിച്ച് ചർച്ചയായിരുന്നു. ഞാൻ ആ സമയത്ത് എനിക്ക് 2 ഐസ്ക്രീമും വാങ്ങിയിട്ട് തിരിച്ചു വന്നു. പലതരം ഫ്ലേവറുള്ള ഐസ്ക്രീം ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ അവർ ഏതാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആ സമയത്ത് ബട്ടർ സ്കോച്ച് അങ്ങനെയാണ് പറയാൻ തോന്നിയത്. പക്ഷേ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് എനിക്കത്ര സുഖകരമായി തോന്നിയില്ല. പിന്നെ കടപ്പുറത്തൊക്കെ ഒന്ന് പോവുക, ഐസ്ക്രീമൊക്കെ ഒന്ന് കഴിക്കുക എന്നൊക്കെ പണ്ടേയുള്ള ഒരു ശീലമാണല്ലോ, അത് മാറ്റണ്ട എന്ന് കരുതി. പിന്നെ ഈ ഐസ്ക്രീമിനൊരു പ്രായമൊന്നുമില്ലല്ലോ. ഏത് പ്രായക്കാരും എപ്പോൾ വേണമെങ്കിലും കഴിക്കുന്ന ഒരു സംഭവമാണല്ലോ ഐസ്ക്രീം. ആ ഫാമിലി ആണെങ്കിൽ പലതരം ഐസ്ക്രീമിൻ്റെ പേര് പറഞ്ഞ് ആ കടക്കാരനെ ഒന്ന് വട്ടം ചുറ്റിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ചിരിയും വന്നു. അവരുടെ തിരക്ക് കാരണം എനിക്ക് ഐസ്ക്രീം കിട്ടാൻ കുറച്ച് സമയമെടുത്തു. എങ്കിലും അയാൾ ചില്ലറയുടെ പേരും പറഞ്ഞ് കുറച്ച് സമയം കൂടുതലെടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഐസ്ക്രീം വാങ്ങുമ്പോൾ ശരിക്കു പറഞ്ഞാൽ നല്ലവണ്ണം ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് കഴിച്ചപ്പോൾ നമുക്ക് വയറിനത്ര ഒരു സുഖം തോന്നിയില്ല. വീട്ടിലെത്തുന്നത് വരെ ഒരു വിമ്മിഷ്ടമായിരുന്നു. നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായി വാങ്ങിക്കഴിക്കുന്നത് പോലെയുള്ള ഒരു സംഭവമല്ലല്ലോ ഇത്. ഇത് നമ്മൾ എപ്പോഴെങ്കിലും പുറത്ത് പോയി കഴിക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സമയം ഒരുപാടായിരിക്കുന്നു. അത് നമുക്ക് അന്തരീക്ഷം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ അവിടുത്തെ ഐസ്ക്രീം കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വലിയ ഡ്രൈവിംഗ് ബീച്ചിലേക്ക് വരുന്ന, അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചിലേക്ക് വരുന്ന വഴികളൊക്കെ വളരെ എന്താണ് പറയുക, ഒരു വികസനവും വരെ ഇല്ലാത്ത ഒരു വഴികളായിട്ടാണ് നമുക്ക് തോന്നിയത്. എത്രയോ ആൾക്കാർ സഞ്ചരിക്കുന്ന പാതയല്ലേ ഇത്. കുറച്ചുകൂടി നല്ല രീതിയിൽ അലങ്കരിച്ച് ഭംഗിയാക്കി വെക്കേണ്ടതല്ലേ.